അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഇമേജ് ഫോർമേഷൻ ബൈ കോൺകേവ് മിററാണ് നോക്കുന്നത്. സോ കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ കോൺകേവ് മിറർ എന്താ, കോൺവെക്സ് മിറർ എന്താ, പ്ലെയിൻ മിറർ എന്താ, അതിൻ്റെ ഇമേജ് ഫോർമേഷൻ, ഈ പ്ലെയിൻ മിററിൻ്റെ ഇമേജ് ഫോർമേഷൻ, അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ്, പിന്നെ കുറച്ച് ജനറൽ ടേംസ്, അതായത് ഈ പോൾ എന്താണ്, ഫോക്കസ് എന്താണ്, സെൻറ്റർ ഓഫ് കർവേച്ചർ എന്താണ്, അതൊക്കെയാണ് എക്സ്പ്ലെയിൻ ചെയ്തത്. അത് കണ്ടിട്ടില്ലാത്തവർ പോയി കാണുക. സോ ഇന്നത്തെ വീഡിയോയിൽ ഇമേജ് ഫോർമേഷൻ ബൈ കോൺകേവ് മിററാണ് നോക്കുന്നത്. സോ ഈ കേസിൽ അതായത് നമ്മൾ ഓരോ പോയിന്റിൽ നമ്മൾ ഒബ്ജക്റ്റ് വയ്ക്കാൻ നേരം നമുക്ക് ഒബ്റ്റെയിൻ ചെയ്യുന്ന ഇമേജ് പല പോയിൻറ്റ്സിലായിരിക്കും. സോ അതിൻ്റെ ബേസിസിൽ ഇതിനെ 6 എണ്ണമായിട്ട് തിരിച്ചിട്ടുണ്ട്. സോ അതിലെ ഫസ്റ്റത്തെ ഏതാ നമുക്ക് നോക്കാം. സോ ഫസ്റ്റത്തെ കേസ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും, അതായത് ഈ ഒരു ഒബ്ജക്റ്റ് വെച്ചേക്കുന്നത് ഇൻഫിനിറ്റിയിലാണ്. സോ കാണാൻ പറ്റും ഈ ഒരു ഒബ്ജക്റ്റ് ഇൻഫിനിറ്റിയിലാണ് ഇരിക്കുന്നത്. സോ അങ്ങനെ ഇൻഫിനിറ്റി വെക്കുമ്പോൾ ആ ഒരു ഇമേജ് എവിടെയാണ് ഫോം ചെയ്യുന്നത് നമുക്ക് നോക്കാം. അപ്പോൾ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അതായത് ഈ ഒരു പ്രിൻസിപ്പൽ ഫോക്കസ് കണ്ടോ, ഈ സിയും ബിയും. ഈ ഒരു പ്രിൻസിപ്പൽ ഫോക്കസിനോട് പാരലായിട്ട് റേസ് വരാൻ നേരം അവ റിഫ്ലക്റ്റ് ആയതിന് ശേഷം ഒരു പർട്ടിക്കുലർ പോയിൻ്റിലാണ് ഒന്ന് മീറ്റ് ചെയ്യുന്നത്. സോ ആ ഒരു പോയിൻ്റാണ് നമ്മൾ ഫോക്കസ് എന്ന് പറയുന്നത്. അതായത് ഈ ഒരു പോയിൻ്റ് കണ്ടോ. സോ ഈ ഒരു ഒബ്ജക്റ്റ്, ഈ ഒരു പർട്ടിക്കുലർ ഒബ്ജക്റ്റിൽ നിന്ന് വരുന്ന ലൈറ്റ് റേസ് വരുന്നു, അതായത് ഈ പ്രിൻസിപ്പൽ ആക്സിസിനോട് പാരലാണ്. സോ അങ്ങനെ പാരലായിട്ടുള്ള ലൈറ്റ് റേസ് വരുന്നു. റിഫ്ലക്ഷന് ശേഷം ഇവർ രണ്ടുപേരും ഒരു പോയിന്റിലോട്ട് ഒന്ന് മീറ്റ് ചെയ്യുന്നു. അതായത് ഈ ഒരു എ ബി, ആ ഒരു രണ്ട് സൈഡിൽ നിന്ന് വരുന്ന റേസാണ് ഇപ്പോൾ എടുത്തേക്കുന്നത്. സോ അങ്ങനെ 2 റേസ് എന്തായാലും ഇവിടെ വേണം, കാരണം ഒരു ഇമേജ് ഫോർമേഷൻ ചെയ്യണമെങ്കിൽ അവിടെ ഒരു ഇൻ്റർസെക്ഷൻ ഓഫ് റേസ് എന്തായാലും വേണം. അതുകൊണ്ടാണ് ഇവിടെ 2 റേസാണ് ഇപ്പോൾ എടുത്തേക്കുന്നത് ഫോർ സിംപ്ലിസിറ്റി. ഇനി അടുത്തത് എന്താ പറയുക, ഈ 2 റേസ് ഇങ്ങനെ വന്ന് റിഫ്ലക്ഷന് ശേഷം നിങ്ങൾക്ക് കാണാൻ പറ്റും എന്താണ്, ഈ ഒരു പർട്ടിക്കുലർ പോയിന്റിൽ വന്ന് മീറ്റ് ചെയ്യുന്നുണ്ട് ഈ 2 റേസ്. സോ ആ ഒരു ഇമേജ് ഫോം ചെയ്യുന്നത് ഈ പോയിന്റ് എഫിലാണ്. സോ ഈ ഒരു കേസിൽ, അതായത് ഒരു ഒബ്ജക്റ്റിനെ നമ്മൾ ഇൻഫിനിറ്റിയിൽ വെക്കുന്ന സമയത്ത് അതിൻ്റെ ഇമേജ് ഫോർമേഷൻ എന്ന് പറഞ്ഞാൽ അറ്റ് ഇറ്റ്സ് ഫോക്കസ്, അതായത് അതിൻ്റെ ഫോക്കസിലായിരിക്കും ആ ഒരു ഇമേജ് ഫോം ചെയ്യുന്നത്. സോ അതേപോലെ തന്നെ ഈ ഒരു ഫോം ചെയ്യുന്ന ഇമേജിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്താണെന്ന് പറഞ്ഞാൽ എന്താണ്, അവ പോയിൻറ്റ് സൈസ്ഡും ഹൈലി ഡിമെൻഷനും ആയിരിക്കും. അതായത് വളരെ ചെറുതായിട്ടായിരിക്കും കാണാൻ പറ്റുക, അതായത് ഭയങ്കര ഡിമെൻഷഡ് ആയിട്ടുള്ള ഒരു ഒബ്ജക്റ്റ് ആയിരിക്കും. പിന്നെ അതേപോലെ തന്നെ ഇവ റിയൽ ആൻഡ് ഇൻവെർട്ടഡും ആയിരിക്കും. സോ റിയൽ ഇമേജ് എന്ന് പറഞ്ഞാൽ ഞാൻ കഴിഞ്ഞ വീഡിയോ പറഞ്ഞായിരുന്നു, അതായത് റിയൽ ഇമേജിനെ നമുക്കൊരു സ്ക്രീനിൽ ഒബ്റ്റെയിൻ ചെയ്യാൻ പറ്റും. അതായത് നിങ്ങൾ കണ്ടോ ഇവിടെ ഒരു റേഡ് ഇൻ്റർസെക്ഷൻ. സോ അങ്ങനെ ഒരു റേഡ് ഇൻ്റർസെക്ഷൻ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഒരു ഇമേജ് അവിടെ ഫോം ചെയ്യുന്ന അറിയാൻ പറ്റൂ. സോ നമ്മളിപ്പോൾ ഇവിടെ ഒരു സ്ക്രീൻ വെക്കുകയാണെങ്കിൽ നമുക്ക് ആ ഒരു ഇമേജിനെ എന്താണ് ഈ സ്ക്രീനിൽ ഒബ്റ്റെയിൻ ചെയ്യാൻ പറ്റും. സോ ഇൻ ദാറ്റ് കേസ് ഇവിടെ ഫോം ചെയ്തേക്കുന്ന ഇമേജ് എന്ന് പറയുന്നത് റിയൽ ഇമേജാണ്. അതേപോലെ തന്നെ ഇൻവെർട്ടഡ് ആണ്. ഇൻവെർട്ടഡ് എന്ന് പറഞ്ഞാൽ അപ്സൈഡ് ആണ്, അതായത് തല തിരിഞ്ഞായിരിക്കും കാണാൻ പറ്റുന്നത്. സോ ഇതാണ് ഫസ്റ്റ് കേസ്. ഇനി അടുത്തത് നമുക്ക് സെക്കൻഡ് കേസ് നോക്കാം. സെക്കൻഡ് കേസ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഒരു ഒബ്ജക്റ്റ് വെച്ചേക്കുന്നത് ബിയോണ്ട് സി, അതായത് സിക്ക് മുമ്പായിട്ടെന്ന് നമുക്ക് പറയാം. അതായത് ഇത് സി ആണെങ്കിൽ അതിന് കുറച്ച് മുമ്പായിട്ടാണ് ഈ ഒരു ഇമേജ് വെച്ചേക്കുന്നത്. സോ അപ്പോൾ ഇതിൻ്റെ ഇമേജ് ഫോർമേഷൻ എങ്ങനെയാണെന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞായിരുന്നല്ലോ, അതായത് ഈ പ്രിൻസിപ്പൽ ആക്സിസിനോട് പാരലായിട്ടുള്ള ലൈറ്റ് റേസ് റിഫ്ലക്ഷന് ശേഷം എപ്പോഴും എഫ് കൂടി ആയിരിക്കും പാസ് ചെയ്യുന്നത്. സോ അങ്ങനത്തെ ഒരു ലൈറ്റ് റേ ഇവിടെ വരച്ചിട്ടുണ്ട്. ഈ ഒരു റേ ഇങ്ങനെ പോകുന്നു, റിഫ്ലക്ഷന് ശേഷം ഇവിടെ നിന്ന് ഇങ്ങനെ വന്ന് ഈ ഒരു പോയിൻ്റ് എഫ് കൂടി പാസ് ചെയ്യുന്നു. പിന്നെ അതേപോലെ തന്നെ ഇവിടെ അടുത്ത റേ എടുത്തേക്കുന്നതെന്ന് പറഞ്ഞാൽ ഇത് എന്താ പറയുക, ഈ ഒരു പ്രിൻസിപ്പൽ ആക്സിസിന് മണ്ടയ്ക്കാണ് ഇത് വെച്ചേക്കുന്നത്. അത് ഇങ്ങനെ വേണേലും ആവാം, ബട്ട് ഇവിടെ അങ്ങനെയാണ് വെച്ചേക്കുന്നത്. സോ ഇവിടുത്തെ കേസിൽ ഈ ഒരു പോയിന്റിൽ നിന്ന് തന്നെ അടുത്തൊരു റേ, ആ റേ നേരെ പാസ് ചെയ്യുന്നത് സി കൂടെയാണ്, അതായത് സെൻറ്റർ ഓഫ് കർവേച്ചറിൽ കൂടെയാണ്. അപ്പോൾ കഴിഞ്ഞ വീഡിയോ ഞാൻ പറഞ്ഞായിരുന്നു, അതായത് സെൻറ്റർ ഓഫ് കർവേച്ചറിൽ കൂടെ പാസ് ചെയ്യുന്ന എല്ലാ ലൈറ്റ് റേസും അത് അതിൻ്റെ പാത്ത് റീട്രേസ് ചെയ്യും. കാരണം എന്താണെന്ന് വെച്ചാൽ അവിടുത്തെ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് എന്ന് പറഞ്ഞാൽ അവിടെ 0 ആയിരിക്കും. സോ അതുകൊണ്ട് കാരണം അത് പാസസ് നോർമലി എന്ന് വേണം നമുക്ക് പറയാം. അതുകൊണ്ട് തന്നെ അവിടുത്തെ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് 0 ആയിരിക്കും. അതുകൊണ്ട് തന്നെ ആംഗിൾ ഓഫ് ഇൻസിഡൻസും ആംഗിൾ ഓഫ് റിഫ്ലക്ഷനും സെയിം ആണല്ലോ. അതുകൊണ്ട് തന്നെ ആ ഒരു പാത്ത് ഇങ്ങനെ റീട്രേസ് ചെയ്യും. സോ അങ്ങനെ റീട്രേസ് ചെയ്യുന്ന സമയത്ത് എന്താണ്, ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞു, അതായത് ഈ ഒരു ലൈറ്റ് റേ നേരെ വന്ന് ഈ ഫോക്കസിൽ കൂടെ പാസ് ചെയ്തങ്ങ് പോകുന്നു. ഈ ഒരു ലൈറ്റ് റേ ആണെങ്കിലോ ഈ സിയിൽ കൂടെ ആണ് പാസ് ചെയ്യുക. അതുകൊണ്ട് തന്നെ ആ ഒരു പാത്ത് റീട്രേസ് ചെയ്യുന്നു. സോ ഇവിടെ ഈ 2 ലൈറ്റ് റേസിൻ്റെ ഇൻ്റർസെക്ഷൻ വരുന്നത് ഈ ഒരു പോയിന്റിലാണ്. അപ്പോൾ നമുക്കൊരു ഇമേജ് ഫോം ചെയ്യണമെങ്കിൽ ദർ ഷുഡ് ബി ആൻ ഇൻ്റർസെക്ഷൻ ഓഫ് ലൈറ്റ് റേസ്. സോ ആ ഒരു ലൈറ്റ് റേസ് ഉണ്ടാകുന്നത് ഈ ഒരു പോയിൻ്റാണ്. സോ ഈ ഒരു പോയിൻ്റിൻ്റെ സ്പെഷ്യാലിറ്റി എന്താണെന്ന് പറഞ്ഞാൽ ഈ സിയുടെയും എഫിൻ്റെയും നടുക്കാണ്, അതായത് സെൻറ്റർ ഓഫ് കർവേച്ചറിൻ്റെയും ഫോക്കസിൻ്റെ നടുക്കായിട്ടാണ് ഈ ഒരു പോയിൻ്റ് വന്നേക്കുന്നത്. സോ ഇൻ ദിസ് കേസ്
എന്താണ് ആ ഒരു ഇമേജ് ഫോർമേഷൻ എന്ന് പറയുന്നത് ഈ സെൻറ്റർ ഓഫ് കർവേച്ചറിൻ്റെ ഫോക്കസിൻ്റെ നടുക്കിലാണ്. സോ അതാണ് ഈ ഒരു കേസ്. അതായത് നമ്മൾ ബിയോണ്ട് സി ആണ് ഒരു ഒബ്ജക്റ്റ് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഇമേജ് ഫോം ചെയ്യുന്നത് സെൻറ്റർ ഓഫ് കർവേച്ചറിൻ്റെ ഫോക്കസിൻ്റെ നടുവിലാണ്. സോ ഈ ഒരു ഇമേജിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്താണെന്ന് പറഞ്ഞാൽ എന്താണ്, അതും ഡിമിൻഷ്ഡ് തന്നെയായിരിക്കും. അത് പോയിൻറ്റ് സൈസ്ഡ് ആയിരിക്കില്ല, പക്ഷേ ഡിമിൻഷ്ഡ് ആയിരിക്കും. ആൻഡ് റിയൽ ആൻഡ് ഇൻവെർട്ടഡ്. സോ റിയൽ ഇമേജ് ആണ്, കാരണം ഇവിടെ ആണല്ലോ ആ ഒരു ഇൻ്റർസെക്ഷൻ ഉണ്ടാകുന്നത്. അപ്പം നമുക്കിവിടെ ഒരു സ്ക്രീൻ വെക്കുകയാണെങ്കിൽ നമുക്ക് ആ ഒരു ഇമേജിനെ ആ ഒരു സ്ക്രീനിൽ ഒബ്റ്റെയിൻ ചെയ്യാൻ പറ്റും. പിന്നെ അതേപോലെ തന്നെ ഇത് ഇൻവെർട്ടഡ് ആണ്. നിങ്ങൾക്ക് ഇവിടെ നോക്കിയാൽ കാണാൻ പറ്റും. അതായത് ബി ഡാഷ് എ ഡാഷ്, അതായത് ഇത് നേരെ എ ബി ആണെങ്കിൽ ഇവിടെ എ ഡാഷും ബി ഡാഷും ആണ്. അതായത് നേരെ തലതിരിഞ്ഞാണ് കാണാൻ പറ്റുന്നത്. ഇതാണ് രണ്ടാമത്തെ കേസ്. ഓക്കെ, ഇനി അടുത്ത കേസ് ഏതാ നോക്കാം. സോ അടുത്ത കേസ് നിങ്ങൾക്ക് കാണാൻ പറ്റും. അതായത് ഈ കേസിൽ നമ്മൾ ഈ ഒബ്ജക്റ്റ് ഉണ്ടല്ലോ, ഈ എ ബി എന്ന് പറഞ്ഞ ഒബ്ജക്റ്റിനെ നമ്മൾ അറ്റ് പോയിൻറ്റ് സിയിലാണ് ഇവിടെ വെച്ചേക്കുന്നത്. അതായത് സെൻറ്റർ ഓഫ് കർവേച്ചറിലാണ് ഈ ഒരു ഒബ്ജക്റ്റ് വെച്ചേക്കുന്നത്. സോ അതിൻ്റെ ഇമേജ് ഫോർമേഷൻ എങ്ങനെയാണെന്ന് നോക്കാം. സോ സിയിൽ ഒബ്ജക്റ്റ് വയ്ക്കുന്ന സമയത്ത് നിങ്ങളിവിടെ ഈ ലൈറ്ററെ നോക്കിയാൽ കാണാൻ പറ്റും. ഈ ലൈറ്റർ എന്തായാലും പ്രിൻസിപ്പൽ ആക്സിസിനോട് പാരലാണ്. സോ ഇങ്ങനെ പോകുന്ന ലൈറ്ററെ ആഫ്റ്റർ റിഫ്ലക്ഷൻ ദേ വിൽ പാസ് ത്രൂ ദ പോയിൻറ്റ് എഫ്. സോ എഫിൽ കൂടെ ഇങ്ങനെ പാസ് ചെയ്യുന്നു, നേരെ ഈ ഒരു പോയിന്റിലെത്തി. ഓക്കെ, എത്തിയെന്നല്ല, ഓക്കെ, ഇതിനെ നമുക്ക് വേണമെന്ന് എക്സ്ട്രാപ്പുലേറ്റ് ചെയ്തും വരയ്ക്കാം, പ്രശ്നമൊന്നുമില്ല. ഇനി അടുത്തത് ഈ അടുത്തൊരു ലൈറ്ററിനെ കൺസിഡർ ചെയ്യാം. ഈ ഒരു ലൈറ്റർ ആണെങ്കിൽ നേരെ പാസ് ചെയ്യുന്നത് എഫിൽ കൂടെയാണ്. അപ്പോൾ കഴിഞ്ഞ വീഡിയോ ഞാൻ പറഞ്ഞിരുന്നത്, അതായത് പ്രിൻസിപ്പൽ ആക്സിസിനോട് പാരലായിട്ടുള്ള ലൈറ്റ് റേസ് റിഫ്ലക്ഷന് ശേഷം ഫോക്കസിൽ കൂടെയാണ് പാസ് ചെയ്യുന്നത്. പിന്നെ ഈ ഫോക്കസിൽ കൂടെ വരുന്ന ഒരു ലൈറ്റ് റേ റിഫ്ലക്ഷന് ശേഷം നേരെ പാരലായിട്ട് പോവും ടു ഇൻഫിനിറ്റി. അതായത് പാരലായിട്ടാണ് പ്രിൻസിപ്പൽ ആക്സിസിനോട് പാരലായിട്ട് പോകുക. അതായത് നേരത്തെ പറഞ്ഞതിൻ്റെ ജസ്റ്റ് ഇൻവേഴ്സ്. അതായത് പ്രിൻസിപ്പൽ ആക്സിസിനോട് പാരലായിട്ടുള്ള സാധനം റിഫ്ലക്ഷന് ശേഷം ഫോക്കസിൽ കൂടി പോവുകയാണെങ്കിൽ ഫോക്കസിൽ കൂടെ വരുന്ന ലൈറ്റ് റേ എന്തായിരിക്കും, പിന്നെയും തിരിച്ച് ആ ഒരു പ്രിൻസിപ്പൽ ആക്സിസിനോട് പാരലായിട്ടായിരിക്കും പോകുന്നത്. അതാണ് ഇവിടെ. അതായത് അപ്പോൾ നിങ്ങൾ നോക്കിയാൽ കാണാൻ പറ്റും, ഒരു റേ ഇങ്ങനെ പാസ് ചെയ്തു ആഫ്റ്റർ റിഫ്ലക്ഷൻ എഫിൽ കൂടെ പാസ് ചെയ്ത് നേരെ ഇങ്ങനെ പോയി. അതിനുശേഷം അടുത്തൊരു ലൈറ്റ് റേ നേരെ വരുന്നു, ഫോക്കസിൽ കൂടെ പാസ് ചെയ്യുന്നു, ആഫ്റ്റർ റിഫ്ലക്ഷൻ അവരും ഇങ്ങനെ പോയി. സോ ഇവിടെ ഇൻ്റർസെക്ഷൻ ഉണ്ടായത് ഏത് പോയിന്റിലാണ്? ഈ ഒരു പോയിന്റിലാണ് ഇൻ്റർസെക്ഷൻ ഉണ്ടായത്. സോ നമ്മളിവിടെ ഒരു സ്ക്രീൻ വെക്കുകയാണെങ്കിൽ നമുക്ക് ഈ ഒരു ഇമേജ് നമുക്ക് ഇവിടെ ഒബ്റ്റെയിൻ ചെയ്യാൻ പറ്റും. സോ ആ ഒരു കിട്ടിയ ഒബ്ജക്റ്റിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്താണെന്ന് നോക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ നോക്കിയാൽ കാണാൻ പറ്റും, അതായത് സിയിൽ ആണ് നമ്മളൊരു ഒബ്ജക്റ്റ് വെച്ചത്, അതിൻ്റെ ഇമേജ് ഫോം ചെയ്തതും സിയിൽ തന്നെയാണ്. സോ അപ്പോൾ ഈ ഒരു കേസിൽ, അതായത് നമ്മൾ അറ്റ് സി സെൻറ്റർ ഓഫ് കർവേച്ചറിൽ ഒരു ഒബ്ജക്റ്റിനെ വെക്കുകയാണെങ്കിൽ അതിൻ്റെ ഇമേജും ഫോം ചെയ്യുന്നത് സെൻറ്റർ ഓഫ് കർവേച്ചറിൽ തന്നെയായിരിക്കും. അപ്പോൾ ഇതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്തൊക്കെയാണെന്ന് പറഞ്ഞ ഇമേജിൻ്റെ അത് സെയിം സൈസ് ആയിരിക്കും. അതായത് സെയിം സൈസ് തന്നെയായിരിക്കും ആ ഒരു ഇമേജിന്. കാരണം ആ ഒരു സെയിം പോയിന്റിൽ തന്നെയാണ് ഫോം ചെയ്യുക. അതുകൊണ്ട് തന്നെ അതിനൊരു സെയിം സൈസാണ്. ഇപ്പോൾ ഒരു 2 സെൻറ്റിമീറ്ററിൻ്റെ ഒരു ഒബ്ജക്റ്റ് ആണെങ്കിൽ ആ ഫോം ചെയ്യുന്ന ഇമേജിന് 2 സെൻറ്റിമീറ്റർ തന്നെയായിരിക്കും. പിന്നെ അതേപോലെ തന്നെ ഇത് റിയൽ ആൻഡ് ഇൻവെർട്ടഡ് ആണ്, കാരണം ഇറ്റ് ക്യാൻ ബി ഒബ്റ്റെയിൻഡ് ഇൻ എ സ്ക്രീൻ. അതുകൊണ്ട് തന്നെ അത് റിയൽ ആണ്. പിന്നെ ഇൻവെർട്ടഡ്, കാരണം അത് തല കുത്തിയാണ് ഇരിക്കുന്നത്. സോ അത് ഇൻവെർട്ടഡ് ആണ്. ഇനി നമുക്ക് അടുത്ത കേസ് നോക്കാം. സോ അടുത്ത കേസിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും, അതായത് ഈ ഒരു ഒബ്ജക്റ്റ് വെച്ചിരിക്കുന്നത് ഏത് പോയിന്റിലാണ്? ബിറ്റ്വീൻ സി ആൻഡ് എഫ്. അതായത് സിയുടെ എഫിൻ്റെ നടുക്കാണ് ഈ ഒരു കേസിൽ നമ്മൾ ഒബ്ജക്റ്റിനെ വെച്ചിരിക്കുന്നത്. സോ അങ്ങനെ ഒബ്ജക്റ്റിനെ വെക്കാൻ നേരം എൻ്റെ ഇമേജ് ഫോർമേഷൻ അങ്ങനെ നോക്കാം. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ, അതായത് നേരെ പ്രിൻസിപ്പൽ ആക്സിസിനോട് പാരലായിട്ടുള്ള ലൈറ്റർ നേരെ ഇങ്ങനെ പോകുന്നു, ആഫ്റ്റർ റിഫ്ലക്ഷൻ ഫോക്കസിൽ കൂടെ പാസ് ചെയ്യുന്നു, നേരെ ജസ്റ്റ് ഇങ്ങനെ പോകുന്നു, ഇൻഫിനിറ്റിലോട്ട് തന്നെ പോകുന്നു എന്ന് പറയാം. നെക്സ്റ്റ് നമുക്ക് ഇങ്ങനെ ഒരു റേനെ കൺസിഡർ ചെയ്യാം. സോ ഇതും ഈ ഒരു സെൻറ്റർ ഓഫ് കർവേച്ചറിൽ കൂടി പാസ് ചെയ്യിപ്പിക്കാൻ തക്ക വിധമാണ് ഈ ഒരു റേയും പോകുന്നത്. അപ്പോൾ ഈ റേ ഇങ്ങനെ നേരെ പോകുന്നു. ഇതെന്ന് വെച്ചാൽ ഒരു സെൻറ്റർ ഓഫ് കർവേച്ചറിൽ കൂടെ പാസ് ചെയ്യണം, അങ്ങനെയാണ് ഈ ഒരു റേനെ കൺസിഡർ ചെയ്യുന്നത്. സോ അതുകൊണ്ട് തന്നെ ആ ഒരു ആ പാത്ത് റീട്രേസ് ചെയ്യും. സോ ഇങ്ങനെ പോകുന്ന റേ നേരെ പോകുന്നു, റിഫ്ലക്ഷന് ശേഷം ആ പാത്ത് റീട്രേസ് ചെയ്യുന്നു, നേരെ സിയിൽ കൂടെ പാസ് ചെയ്യുന്നു, നേരെ ഈ ഒരു പോയിന്റിൽ കൂടി ഇങ്ങനെ പോകുന്ന സമയത്ത് ഈ ഒരു പോയിന്റിലാണ് ഇവിടെ ഈ ഒരു ഇൻ്റർസെക്ഷൻ ഉണ്ടായിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും, ഈ 2 റേകളും ഇൻ്റർസെക്റ്റ് ചെയ്തേക്കുന്നത് ഈ ഒരു പോയിന്റിലാണ്. സോ നമ്മൾ ഇവിടെ ഒരു സ്ക്രീൻ വെക്കുകയാണെങ്കിൽ നമുക്ക് ആ ഒരു ഇമേജിന് ഈ ഒരു പോയിന്റിൽ ഒബ്റ്റെയിൻ ചെയ്യാൻ പറ്റും. സോ ഈ കേസിൽ അപ്പോൾ ഇതിൻ്റെ ഇമേജ് ഫോർമേഷൻ അങ്ങനെയാണ്. സോ നമ്മൾ ഒബ്ജക്റ്റിനെ സെൻറ്റർ ഓഫ് കർവേച്ചറിനെ ഫോക്കസിനെ നടുക്ക് വെച്ചപ്പോൾ ഈ ഒരു കേസിൽ ഉണ്ടായത്? ഇമേജ് ഫോർമേഷൻ എന്ന് പറഞ്ഞാൽ ബിയോണ്ട് സി ആണ്.
അതായത് സി കഴിഞ്ഞാണ് ഈ ഒരു ഇമേജ് ഒന്ന് ഫോം ചെയ്തത്. അപ്പോൾ നമ്മൾ നേരത്തെ ഉള്ള കേസിൽ നമ്മൾ എന്താണ് നോക്കിയത്, അതായത് ഇതിന് മുമ്പത്തെ കേസ് ബി നമുക്ക് നോക്കാം. അതായത് ബിയോണ്ട് സി വെച്ചപ്പോൾ നമുക്ക് സെൻറ്റർ ഓഫ് കർവേച്ചറിൻ്റെ ഫോക്കസിൻ്റെ നടുക്കാണ് ഇമേജ് കിട്ടിയത്. പക്ഷേ ഇവിടെ നോക്ക്, സെൻറ്റർ ഓഫ് കർവേച്ചറിൻ്റെ ഫോക്കസിൻ്റെ നടുക്ക് നമ്മളൊരു ഒബ്ജക്റ്റ് കൊണ്ട് വെച്ചപ്പോൾ അതിൻ്റെ ഇമേജ് ഫോം ചെയ്തതാണെങ്കിൽ ബിയോണ്ട് സിയിലുമാണ്. ഓക്കെ, ആൻഡ് ഇവിടെ ഫോം ചെയ്ത ഇമേജിൻ്റെ ക്യാരക്ടറിസ്റ്റിക് എന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ എൻലാർജ്ഡ് ആയിരിക്കും. അതായത് അത്യാവശ്യം നല്ല വലുപ്പമായിരിക്കും. അതായത് ഒബ്ജക്റ്റിനെ വെച്ച് നോക്കുമ്പോൾ ഈ ഇമേജിൻ്റെ സൈസ് എന്ന് പറഞ്ഞാൽ അത്യാവശ്യം നല്ല വലുതായിരിക്കും. അതാണ് ഒന്നാമത്തെ പോയിന്റ്. ഇനി അടുത്തത് റിയൽ ആൻഡ് ഇൻവേർട്ടഡ്, അതായത് റിയൽ ഇമേജ്, കാരണം ഇറ്റ് ക്യാൻ ബി ഒബ്റ്റൈൻഡ് ഓൺ എ സ്ക്രീൻ. അതേപോലെ തന്നെ ഇൻവേർട്ടഡ്, തലതിരിഞ്ഞായിരിക്കും. അതാണ് ഈ ഒരു കേസ്. സോ ഇനി നമുക്ക് അടുത്ത കേസ് ഏതാണെന്ന് നോക്കാം. സോ അടുത്ത കേസ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഈ കേസിൽ ഒബ്ജക്റ്റ് വെച്ചേക്കുന്നത് ഫോക്കസിലാണ്, അറ്റ് എഫ് ആണ്. സോ അങ്ങനെ ഫോക്കസിൽ വെക്കുന്ന സമയത്ത് നമുക്ക് 2 ലൈറ്റ് റേസ് കൺസിഡർ ചെയ്യാം. ഒരു റേ നേരെ ആഫ്റ്റർ റിഫ്ലക്ഷൻ ഫോക്കസിൽ കൂടെ തന്നെ പാസ് ചെയ്യുന്നു, ഇൻഫിനിറ്റിയിലോട്ട് പോകുന്നു. അടുത്ത റേ ആണെങ്കിലോ സി കൂടെ തന്നെ പാസ് ചെയ്യുന്നു. സോ അങ്ങനെ പാസ് ചെയ്ത് പോകുന്ന സമയത്ത് ഇവിടെ എന്താണ്, ഇങ്ങനെ അറ്റ് ഇൻഫിനിറ്റിയിലോട്ടാണ് പോകുന്നത്. സോ ഇവിടെ ഒരു എന്താ ലൈറ്റ് റേയുടെ ഒരു ഇൻ്റർസെക്ഷൻ നമ്മൾ ഇവിടെ ഇപ്പോൾ വരയ്ക്കാൻ പറ്റിയിട്ടില്ല, കാരണം അത് ഇൻഫിനിറ്റിയിലോട്ട് ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. സോ അതാണ് ഈ ഒരു കേസ്. അപ്പോൾ ഒരു ഒബ്ജക്റ്റിനെ കൊണ്ട് നമ്മൾ ഫോക്കസ് ചെയ്ത് വെക്കുകയാണെങ്കിൽ അതിൻ്റെ ഫോർമേഷൻ എന്ന് പറയുന്നത് അറ്റ് ഇൻഫിനിറ്റി എന്ന് പറയാം. നമ്മൾ ഫസ്റ്റത്തെ കേസിൽ എന്താ ഡിസ്കസ് ചെയ്തത്, അതായത് നമ്മൾ അതായത് ഇൻഫിനിറ്റിയിലാണ് ഒബ്ജക്റ്റ് വെക്കുന്നതെങ്കിൽ നേരെ അതിൻ്റെ ഫോർമേഷൻ എന്ന് പറയുന്നത് ഫോക്കസിലാണ്. സോ എന്താണ്, ഓക്കെ, അപ്പോൾ ഈ ഒരു കേസിൽ എന്താണ്, നമ്മൾ ഫോക്കസിൽ കൊണ്ട് ഒബ്ജക്റ്റ് വെച്ചപ്പോൾ അതിൻ്റെ ഫോർമേഷൻ എന്ന് പറഞ്ഞാൽ അറ്റ് ഇൻഫിനിറ്റിയാണ്. സോ ഈ ഒരു കേസിൽ ഫോം ചെയ്യുന്ന എന്താ പറയുക ഇമേജ് എന്ന് പറയുന്നത് ഹൈലി എൻലാർജ്ഡ് ആയിരിക്കും. അതായത് അത്യാവശ്യം നല്ല രീതിക്ക് വലുതായിട്ട് കാണാൻ പറ്റും, ഹൈലി എൻലാർജ്ഡ്. ആൻഡ് അതേപോലെ തന്നെ റിയൽ ആൻഡ് ഇൻവെർട്ടഡുമാണ്, കാരണം ഇറ്റ് ക്യാൻ ബി ഒബ്റ്റൈൻഡ് ഓൺ സ്ക്രീൻ. അതേപോലെ തന്നെ തലതിരിച്ചുമായിരിക്കും കാണാൻ പറ്റുന്നത്. ഓക്കെ, ഇനി നെക്സ്റ്റ് കേസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഇപ്രാവശ്യം ഈ ഒരു ഒബ്ജക്റ്റിനെ എഫിൻ്റെയും പിയുടെയും ഫോക്കസിൻ്റെയും പോളിൻ്റെയും നടുക്കാണ് വയ്ക്കുന്നത്. സോ ബാക്കിയുള്ള 5 കേസിനേക്കാളും കുറച്ച് ഡിഫറെൻ്റാണ് ഇവിടുത്തെ ഫോർമേഷൻ. അപ്പം നമുക്കിവിടെ 2 ലൈറ്റ് റേസിനെ കൺസിഡർ ചെയ്യാം. സോ ഫസ്റ്റ് ലൈറ്റ് റേ എന്ന് പറഞ്ഞാൽ നമുക്ക് നേരെ ഈ സെൻറ്റർ ഓഫ് കർവേച്ചറിൽ കൂടെ പാസ് ചെയ്യുന്ന കണക്കിന് വരയ്ക്കാം. ഓക്കെ, ഇനി നെക്സ്റ്റ് ലൈറ്റ് റേ എന്ന് പറഞ്ഞാൽ പോളിൽ കൂടെ പാസ് ചെയ്യുന്ന രീതിക്ക് വരയ്ക്കാം. അതായത് കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞായിരുന്നു, അതായത് ഈ ഒബ്ലീക്ക് ആയിട്ടാണ് ഈ ഒരു ലൈറ്റ് റേ ഈ ഒരു റിഫ്ലക്റ്റിംഗ് സർഫസ്, അതായത് ഈ ഒരു മിററിൽ സ്ട്രൈക്ക് ചെയ്യുന്നതെങ്കിൽ വിത്ത് ആൻ ആംഗിൾ ഐ ആണെങ്കിൽ എന്താണ്, അതേ സെയിം ആംഗിളിൽ തന്നെ ആയിരിക്കും അത് റിഫ്ലക്റ്റ് ചെയ്തു പോകുന്നത്. അതായത് ആംഗിൾ ഓഫ് ഇൻസിഡൻസും റിഫ്ലക്ഷന് ഈക്വൽ ആയിരിക്കും. സോ ഇങ്ങനെ ആയിരിക്കും അതിൻ്റെ ഒരു റേ പോകുന്നത്. അതായത് നേരെ ഇപ്പോൾ ഉള്ളൊരു വിത്ത് ആൻ ആംഗിൾ ഐയിൽ വന്ന് സ്ട്രൈക്ക് ചെയ്യുന്നു, ആഫ്റ്റർ റിഫ്ലക്ഷൻ അതേ സെയിം ആംഗിളിൽ തന്നെ പോകുന്നു. അതായത് ലോ ഓഫ് റിഫ്ലക്ഷൻ അതിൻ്റെ ബേസിൽ. സോ ഇവിടുത്തെ ഇമേജ് ഫോർമേഷൻ വരയ്ക്കണമെങ്കിൽ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ, സോ ഈ ഒരു ലൈറ്റർ ഇങ്ങനെ പോകുന്നതുണ്ടോ, ഇതിനെ നമ്മളിങ്ങനെ കുറച്ചിങ്ങനെ എക്സ്ട്രാപോളേറ്റ് ചെയ്ത് ഇങ്ങനെ വരയ്ക്കാം. സോ ഇങ്ങനെ എക്സ്ട്രാപോളേറ്റ് ചെയ്ത് ഇങ്ങനെ വരച്ച് നേരെ ഇവിടെ ഒരു പോയിന്റിലെത്തി. ഈ ഒരു സി കൂടെ പാസ് ചെയ്യുന്ന ഈ ഒരു ലൈറ്റ് റേ ഉണ്ടോ, ഇതിനെ നമുക്ക് ഇങ്ങനെ എക്സ്ട്രാപോളേറ്റ് ഇങ്ങനെ ചെയ്തു. ഓക്കെ, സോ ഇങ്ങനെ ചെയ്തപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റി ഈ ഒരു പോയിന്റിലാണ് ആ ഒരു ലൈറ്റ് റേസിനെ എക്സ്ട്രാപോളേറ്റ് ചെയ്ത ലൈറ്റ് റേസ് മീറ്റ് ചെയ്യുന്നത്. സോ എന്തായാലും ആ ഒരു ഇമേജ് എന്ന് പറയുന്നത് ഈ ഒരു പൊസിഷനിലായിരിക്കും ഉണ്ടാകുന്നത്. സോ അതാണ് A', B'. സോ ഈ ഒരു കേസിൽ എങ്ങനെയാണെന്ന് പറഞ്ഞാൽ എന്താണ്, ഫോം ചെയ്യുന്ന ഇമേജ് ഉണ്ടല്ലോ, ഇമേജ് എൻലാർജ്ഡ് ആയിരിക്കും. അതേപോലെ തന്നെ വിർച്വൽ ആൻഡ് ഇറക്റ്റും ആയിരിക്കും. സോ നമ്മൾ ഈ നേരത്തെ ഡിസ്കസ് ചെയ്ത 5 കേസിലും ഫോം ചെയ്ത ഇമേജ് റിയലും ഇൻവെർട്ടഡ് വരുന്നു. പക്ഷേ ഈ ഒരു കേസിൽ മാത്രം വിർച്വലും ഇറക്റ്റുമാണ്. സോ ഇറക്റ്റ് എന്ന് ഉദ്ദേശിച്ചത് കണ്ടോ, ഇതും നേരെ തന്നെയാണ്, ഈ ഒരു ഫോം ചെയ്ത ഇമേജും നേരെ തന്നെയാണ്. അതേപോലെ തന്നെ വിർച്വൽ എന്ന് പറഞ്ഞാൽ ഇതിനെ നമുക്കൊരു സ്ക്രീനിൽ ഒബ്റ്റൈൻ ചെയ്യാൻ പറ്റില്ല. കാരണം നിങ്ങളിപ്പോൾ നോക്കിയാൽ കാണാൻ പറ്റും, ഇവിടെ ഒരു ആക്ച്വൽ ഇൻ്റർസെക്ഷൻ എന്ന് പറയാൻ പറ്റില്ല. കാരണം എന്താണെന്ന് പറഞ്ഞാൽ ഇറ്റ് അപ്പിയർസ് ഫ്രം ദ ബിഹൈൻഡ് ഓഫ് ദ മിറർ. കാരണം മിററിൻ്റെ ബാക്കിൽ കൂടെയാണ് ഈ ഒരു ഇമേജ് അപ്പിയർ ചെയ്യുന്നത്. സോ അവിടെ ഒരു ആക്ച്വൽ ഇൻ്റർസെക്ഷൻ എന്ന് പറയാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ നമുക്കൊരിക്കലും ഇവിടെ കൊണ്ടൊരു സ്ക്രീൻ വെച്ചാൽ ഒരു ഇമേജ് ഒബ്റ്റൈൻ ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ ഇതൊരു വിർച്വൽ ഇമേജാണ്. സോ അതേപോലെ തന്നെ ഇറക്റ്റും, അതായത് ഇങ്ങനെ നേരെയാണ് നിൽക്കുന്നത്. സോ അതാണ് ഈ ഒരു ഇമേജിൻ്റെ സ്പെഷ്യാലിറ്റി. സോ അപ്പോൾ ഇതൊക്കെയാണ് ഇമേജ് ഫോർമേഷൻ. അതായത് ഇങ്ങനൊരു 6 കേസുകളുണ്ട്. അതിൽ 5 റിയൽ ആൻഡ് ഇൻവെർട്ടഡ് തരുമെങ്കിൽ 6ാമത്തെ ഈ ഒരു കേസ്, അതായത് എഫിൻ്റെയും പിയുടെയും നടുക്ക് വയ്ക്കുമ്പോൾ മാത്രമാണ് നമുക്ക് വെർച്വലും ഇറക്റ്റും ആയിട്ടുള്ള ഒരു ഇമേജിനെ കിട്ടുന്നത്. നേരത്തെ നമ്മൾ ഫോർമേഷൻ ഓഫ്
ഇമേജ് ബൈ എ കോൺകേവ് മിററാണ് നോക്കിയത്. സോ അതിൽ 6 കേസസ് ഉണ്ടായിരുന്നു, അതെല്ലാം നമ്മൾ ഡിസ്കസ് ചെയ്തു. നെക്സ്റ്റ് നമുക്ക് ഇമേജ് ഫോംഡ് ബൈ എ കോൺവെക്സ് മിറർ നോക്കാം. സോ കോൺവെക്സ് മിററിൽ ഇവിടെ ഫസ്റ്റത്തെ കേസ് എന്ന് പറഞ്ഞാൽ ഒബ്ജക്റ്റിനെ ഇൻഫിനിറ്റിയിൽ വെക്കുന്ന ഒരു കേസാണ്. അതായത് ഈ ഒരു കോൺവെക്സ് മിററിൻ്റെ കേസിൽ ആകെ രണ്ട് കേസേ ഉള്ളൂ. അതിൽ ഫസ്റ്റത്തെ എന്ന് പറഞ്ഞാൽ ഇൻഫിനിറ്റിയിലാണ് ആ ഒരു ഒബ്ജക്റ്റിനെ നമ്മൾ വെക്കുന്നത്. സോ ഇൻഫിനിറ്റി ഒബ്ജക്റ്റ് വയ്ക്കാൻ നേരം എന്താണ് ഉണ്ടാകുന്നത്, ഞാൻ പറഞ്ഞു. അതായത് ഈ കോൺവെക്സ് മിററിൻ്റെ കേസിൽ ഈ പ്രിൻസിപ്പൽ ആക്സിസിനോട് പാരലായിട്ടുള്ള ലൈറ്റ് റേസ് ഉണ്ടല്ലോ, റിഫ്ലക്ഷന് ശേഷം അവർ ഡൈവേർജാണ് ചെയ്തു പോകുന്നത്. അതായത് ഈ ഒരു പർട്ടിക്കുലർ പോയിൻ്റ് ആയിട്ടുള്ള എഫ് കണ്ടോ, ഈ ഒരു പോയിൻ്റാണ് എഫ്. ഈ ഒരു പോയിൻ്റ് എഫിൽ നിന്ന് ഡൈവേർജ് ചെയ്യുന്ന പോലെയാണ് വരുന്നത്. സോ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും. അതായത് ഈ ഒരു പർട്ടിക്കുലർ പോയിന്റിൽ നിന്ന് ആ ഒരു പോയിന്റിൽ നിന്ന് അപ്പിയർ ചെയ്യുന്ന പോലെയാണ് വരുന്നത്. അതായത് ദ ലൈറ്റ് റേസ് ആർ ഡൈവേർജിങ് ഫ്രം എ പർട്ടിക്കുലർ പോയിന്റ് എഫ്. സോ അങ്ങനത്തെ കേസാണ് കോൺവെക്സ് മിററിൻ്റെ കേസിൽ ഒബ്ജക്റ്റിനെ ഇൻഫിനിറ്റിയിൽ വെച്ചാണ് നടക്കുന്നത്. സോ അങ്ങനെ ഒബ്ജക്റ്റിനെ ഇൻഫിനിറ്റിയിൽ വെക്കാൻ നേരം ഇവിടെ നോക്കിയാൽ കാണാൻ പറ്റും, ദ ഇമേജ് ഈസ് ഫോംഡ് അറ്റ് എഫ് ബിഹൈൻഡ് ദ മിറർ. സോ ഇത് ബിഹൈൻഡ് ദ മിററാണ് ഫോം ചെയ്യുന്നത്. അതായത് ആ ഒരു പോയിന്റിൽ നിന്നും വരുന്ന പോലെ നമുക്ക് തോന്നും. അപ്പോൾ ഇവിടെ ഫോം ചെയ്ത ഇമേജിൻ്റെ ക്യാരക്ടറിസ്റ്റിക് എന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ അത് ഹൈലി ഡിമെൻഷൻഡ് ആണ്, വിർച്വലും ഇറക്റ്റുമാണ്. സോ ഹൈലി ഡിമെൻഷൻഡ് മീൻസ് അത്യാവശ്യം നല്ലവണ്ണം ഭയങ്കര ചെറുതായിട്ടായിരിക്കും കാണാൻ പറ്റുന്നത്. ഇനി അടുത്ത വിർച്വൽ ആൻഡ് ഇറക്റ്റ്. സോ വിർച്വൽ എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞു അതിന് ഒരിക്കലും നമുക്കൊരു സ്ക്രീനിൽ ഒബ്റ്റെയിൻ ചെയ്യാൻ പറ്റില്ല. കാരണം ഇവിടെ നോക്കിയാൽ കാണാൻ പറ്റും, ഇവിടെ ഒരു ആക്ച്വൽ ഇൻ്റർസെക്ഷൻ എന്ന് പറയുന്നത് നമ്മൾ ഈ 2 റേസിനെ എക്സ്ട്രാപോളേറ്റ് ചെയ്ത് വരച്ചപ്പോൾ ഈ ഒരു ബിഹൈൻഡ് ദ മിററിലാണ് ഇവിടെ വന്ന് ഈ പോയിൻറ്റ്സ് എല്ലാം മീറ്റ് ചെയ്യുന്നത്. സോ ആ ഒരു പോയിൻ്റാണ് ഫോക്കസ്. സോ അവിടെ നമുക്കൊരു സ്ക്രീൻ വെച്ചാൽ നമുക്ക് ഒരിക്കലും ആ ഒരു ഇമേജിനെ ഒബ്റ്റെയിൻ ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ അതൊരു വിർച്വൽ ഇമേജാണ്. അതേപോലെ തന്നെ ഇറക്റ്റാണ്, അതായത് തല കുത്തനെ അല്ല കാണുന്നത്, നേരെ തന്നെയായിരിക്കും കാണുന്നത്. അതാണ് ഫസ്റ്റത്തെ കേസ്. ഇനി നമുക്ക് സെക്കൻഡ് കേസ് പോകാം. സെക്കൻഡ് കേസ് എന്ന് പറഞ്ഞാൽ ഒബ്ജക്റ്റ് ഈസ് ബിറ്റ്വീൻ ഇൻഫിനിറ്റി ആൻഡ് പോൾ. അതായത് പോളിൻ്റെ ഇൻഫിനിറ്റിയുടെ നടുക്ക് വയ്ക്കുമ്പോൾ, അത് നേരത്തെ ഫസ്റ്റ് കേസ് എന്ന് പറഞ്ഞാൽ അങ്ങ് ഇൻഫിനിറ്റിയിലായിരുന്നു. പക്ഷേ ഈ ഒരു കേസിൽ പോളിൻ്റെ ഇൻഫിനിറ്റിയുടെ നടുക്കാണ് വയ്ക്കുന്നത്. സോ അങ്ങനത്തെ കേസിൽ നിങ്ങൾക്ക് നോക്കിയാൽ കാണാൻ പറ്റും. അതായത് ഞാൻ ആദ്യത്തെ ഒരു ലൈറ്റ് റേ കൺസിഡർ ചെയ്യുന്നത് നേരെ ഇതിങ്ങനെ പാസ് ചെയ്തതിന് ശേഷം, അതായത് ഈ ഒരു സെൻറ്റർ ഓഫ് കർവേച്ചറിൽ കൂടെ പാസ് ചെയ്യുന്ന കണക്കിനാണ് ഈ ഒരു റേ പോകുന്നത്. സോ അതുകൊണ്ട് തന്നെ എന്താ നടക്കുന്നത്, ഇവിടെ ആ പാത്ത് അങ്ങ് റീട്രേസ് ചെയ്യും. സോ റീട്രേസ് ചെയ്താൽ പോലും നമ്മളെ അതിനെ ഇങ്ങനെ വരച്ചാൽ ഈ ഒരു സി കൂടെ തന്നെ പാസ് ചെയ്യുക, അതായത് എക്സ്ട്രാപോളേറ്റ് ചെയ്ത് ആ ഒരു സി കൂടെ പാസ് ചെയ്യുന്ന രീതിക്ക് തന്നെ നമുക്ക് വരയ്ക്കാൻ പറ്റും. അപ്പോൾ ഈ ഒരു പോയിൻ്റ് എന്ന് പറഞ്ഞാൽ സി തന്നെയാണ്. ഓക്കെ, ആ ഒരു സി കൂടെ പാസ് ചെയ്തു. ഇനി നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ ആ ഒരു എഫിൽ കൂടെ പാസ് ചെയ്യുന്ന പോലെ വരയ്ക്കാൻ പറ്റും. സോ ഈ ഒരു പോയിൻ്റാണ് എഫ്, അത് ഇച്ചിരി മാർക്ക് കിടക്കാണ്. ഓക്കെ, ഈ ഒരു എഫ് ഈ ഒരു പോയിൻ്റാണ്. ഓക്കെ, സോ ഈ ഒരു അടുത്ത റേനെ നമ്മൾ കൺസിഡർ ചെയ്യുന്നത് ഇത് നേരെ ഇങ്ങനെ ഈ റേ വരുന്നു, ഇങ്ങനെ റിഫ്ലക്റ്റ് ചെയ്ത് പോകുന്നു. അതായത് പ്രിൻസിപ്പൽ ആക്സിസിനോട് പാരലായിട്ടുള്ള റേ ആണ്. സോ അവർ റിഫ്ലക്ഷന് ശേഷം ഇങ്ങനെ ഡൈവേർജ് ചെയ്ത് പോകും. പക്ഷേ ഡൈവേർജ് ചെയ്ത് വരുന്ന റേ ഇങ്ങനെ ആയിരിക്കും ഒരു പർട്ടിക്കുലർ പോയിൻ്റ് എഫ്, അതും ബിഹൈൻഡ് ദ മിറർ, ആ ഒരു പോയിന്റിൽ നിന്ന് എമർജ് ചെയ്യുന്ന പോലെ ആയിരിക്കും. സോ നമുക്ക് ഇതിന് ഇങ്ങനെ വരയ്ക്കാൻ പറ്റും. സോ അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും, അതായത് ഇങ്ങനെ വരച്ചതിൽ ഇതിൻ്റെ ഒരു ആക്ച്വൽ ഇൻ്റർസെക്ഷൻ വരുന്ന ഈ ഒരു പോയിന്റിലാണ്. സോ അതിനർത്ഥം എന്താണ്, അവിടെ ആയിരിക്കും ആ ഒരു ഇമേജിൻ്റെ ഫോർമേഷൻ, അവിടെ ആയിരിക്കും ആ ഒരു വിർച്വൽ ഇമേജ് ഫോം ചെയ്യുന്നത്. സോ ഈ കേസിലും ആ ഒരു ഒബ്ജക്റ്റ് ഫോം ചെയ്തേക്കുന്നതെന്ന് പറഞ്ഞാൽ ഡിമെൻഷൻഡ് ആണ്. ആൻഡ് ദ ഒബ്ജക്റ്റ് ഈസ് ബിഹൈൻഡ് ദ മിറർ. അതേപോലെ തന്നെ അത് ഡിമെൻഷനും ആണ്, അതേപോലെ തന്നെ വിർച്വലും ഇറക്റ്റുമാണ്. കാരണം സ്ക്രീനിൽ ഒബ്റ്റെയിൻ ചെയ്യാനും പറ്റില്ല, അതേപോലെ തന്നെ നേരെ ആയിരിക്കും കാണുന്നത്. ഇത് നോക്കിയാൽ കാണാൻ പറ്റും, അതായത് ഇൻവെർട്ടഡ് അല്ല, നേരെ തന്നെയാണ് ഈ ഒരു ഇമേജും ഇരിക്കുന്നത്. ഓക്കെ, നമുക്ക് നെക്സ്റ്റ് യൂസസ് ഓഫ് സ്ഫെറിക്കൽ മിറേഴ്സ് നോക്കാം. സോ അതിൽ ഫസ്റ്റത്തെ എന്ന് പറഞ്ഞാൽ കോൺകേവ് മിറേഴ്സാണ്. സോ കോൺകേവ് മിററിനെല്ലാം യൂസ് ചെയ്തേക്കുന്നത് ഈ ടോർച്ച്, സെർച്ച് ലൈറ്റ്, ഈ ഹെഡ് ലൈറ്റ് ഓഫ് വെഹിക്കിൾ ഇതിലൊക്കെയാണ് യൂസ് ചെയ്തേക്കുന്നത്. അതിന് യൂസ് ചെയ്യാൻ കാരണം എന്താണെന്ന് വെച്ചാൽ അതിൻ്റെ പ്രോപ്പർട്ടി തന്നെയാണ്. കാരണം നമ്മൾ ആ ഒരു ഇമേജ് ഫോർമേഷനിൽ നേരെ ഇവിടെ കണ്ടായിരുന്നു. അതായത് നമ്മൾ ഫോക്കസിലാണ് ഈ ഒരു ഒബ്ജക്റ്റ് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഫോർമേഷൻ എന്ന് പറഞ്ഞാൽ അറ്റ് ഇൻഫിനിറ്റിയിലായിരിക്കും. അതായത് പാരലൽ റേസിനെ നമുക്ക് ഈ ഒരു കേസിൽ കിട്ടും. അതായത് ഫോക്കസിൽ നമ്മളൊരു ഒബ്ജക്റ്റ് വെക്കുകയാണെങ്കിൽ അതിൻ്റെ ഇമേജ് എന്ന് പറഞ്ഞാൽ, അതായത് ആ ഒരു റേസ് റിഫ്ലക്ഷന് ശേഷം പാരലായിട്ടാണ് പോകുന്നത്. സോ അതുകൊണ്ട് തന്നെ ഈ ഒരു പാരലൽ ബീം ഓഫ് ലൈറ്റ് കിട്ടുന്നതിന് വേണ്ടിയാണ് ഈ ഒരു കോൺകേവ് മിററുകളെ, ഈ ടോർച്ചുകൾ, ഈ ഹെഡ് ലൈറ്റ് അതിലൊക്കെ യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് അറിയാൻ പറ്റും, അതായത് ഒരു ടോർച്ച് ആണെന്ന് കൺസിഡർ ചെയ്യുക. അപ്പോൾ ഇവിടെ നടുക്ക് ഇതാണ് ഫോക്കസ്. സോ ഈ ഒരു പോയിന്റിൽ ഞാൻ ഒരു ലൈറ്റ് ബൾബ് വെച്ചിട്ടുണ്ട്. സോ എന്തായാലും ഇവിടുന്ന് വരുന്ന ലൈറ്റ് റേസ് വരുന്നു, നേരെ പാരലായിട്ട് പോകുന്നു.
അതേപോലെ തന്നെ വരുന്നു, നേരെ ഇങ്ങനെ പാരലായിട്ട് പോകുന്നു. സോ അങ്ങനെയാണ് ഇവിടെ ആ ഒരു ഇമേജ് ഫോർമേഷൻ നടക്കുന്നത്. അപ്പം അങ്ങനെ എന്താണ് കുറച്ച് അത്യാവശ്യം എന്താണ് പാരലായിട്ടുള്ള റേസ് കിട്ടാൻ വേണ്ടിയാണ് ഇങ്ങനെ ഒരു കോൺകേവ് മിററിനെ നമ്മൾ യൂസ് ചെയ്യുന്നത്. അതും ഈ ഹെഡ് ലൈറ്റ്, സെർച്ച് ലൈറ്റ് അതിനല്ല, ഈ ടോർച്ചിലൊക്കെ നോക്കിയാൽ കാണാൻ പറ്റും, അങ്ങനെയാണ്. അതേപോലെ തന്നെ വണ്ടിയുടെ ഹെഡ് ലൈറ്റും അതാണ്. ഓക്കെ, ഇനി അടുത്തത് തന്നെ ഷേവിങ് മിററിലും യൂസ് ചെയ്യുന്നുണ്ട് ടു സീ ലാർജർ ഇമേജ് ഓഫ് ദ ഫേസ്. സോ അതെങ്ങനെയാണെന്ന് പറഞ്ഞാൽ ഈ ഷേവിങ് മിറർ അത്യാവശ്യം നല്ല അടുത്തോട്ട് നമ്മൾ കൊണ്ടുവയ്ക്കാൻ നേരം അത്യാവശ്യം നല്ല എൻലാർജ്ഡ് ആയിട്ട് ഒരു ഇമേജ് കാണാൻ പറ്റും. സോ അതിന് കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ അടുത്ത് കൊണ്ടുവരാൻ നേരം അതെന്താവും, ഈ ഫോക്കസിൻ്റെയും ബോളിൻ്റെയും നടുക്ക് നമ്മൾ ആ ഒരു ഇമേജ് ഇപ്പം നമ്മൾ ഷേവ് ചെയ്യാൻ നേരം അത്രയ്ക്ക് അടുപ്പത്തിൽ കൊണ്ടുവയ്ക്കുകയാണെങ്കിൽ ഒരു എൻലാർജ്ഡ് ആയിട്ടുള്ള ഒരു ഇമേജ് നമുക്ക് ഫോം ചെയ്യും. സോ അതുകൊണ്ട് തന്നെ they are used in shaving mirror. പിന്നെ they are also used by dentists to see larger image of the teeth. അതായത് ഈ പല്ലുകളുടെയൊക്കെ വലിയ ഒരു ഇമേജ് കാണാൻ പറ്റും, അത് നിങ്ങൾക്ക് നോക്കിയാൽ കാണാൻ പറ്റും. അവർ അതായത് ഒരു കോൺകേവ് മിറർ തന്നെയാണ് യൂസ് ചെയ്യുന്നത്. സോ ആ കോൺകേവ് മിറർ യൂസ് ചെയ്താൽ പോലും അവർ ആ ഒരു എവിടെ വെച്ചേക്കുന്നത് നിങ്ങൾ നോക്കുക. അതായത് ഒരു പോളിൻ്റെയും ഫോക്കസിൻ്റെയും നടുക്കുന്ന രീതിക്കാണ് ഇവരിത് വെച്ചേക്കുന്നത്. സോ അതുകൊണ്ട് തന്നെ അവർക്കൊരു എൻലാർജ്ഡ് ആയിട്ടുള്ള വിർച്വൽ ആൻഡ് ഇറക്റ്റ് ഇമേജ് കാണാൻ പറ്റും. സോ അതും ഒന്ന് ഓർത്തിരിക്കുക. അത് തന്നെയാണ് ഷേവിംഗ് മിററിൻ്റെ കേസിലും. ഇനി അടുത്തത് ലാർജ് കോൺകേവ് മിറർ ആർ യൂസ്ഡ് ടു കോൺസെൻട്രേറ്റ് സൺലൈറ്റ് ടു പ്രൊഡ്യൂസ് ദ ഹീറ്റ് ഇൻ സോളാർ ഫർണസസ്. അതായത് ഈ സോളാർ ഫർണസുകളിലും ഇത് യൂസ് ചെയ്യുന്നുണ്ട്. കാരണം എന്താ പറയുക, ലൈറ്റ് റൈസ് വരുമല്ലോ, ആ ലൈറ്റ് റൈസിനെ ഒരു പർട്ടിക്കുലർ പോയിന്റിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യുക, അതായത് അതിൻ്റെ ഫോക്കസിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യാൻ വേണ്ടിയും ഈ ഒരു കോൺകേവ് മിററുകളെ യൂസ് ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ ഈ ഡിഷും ആൻറ്റിനെയൊക്കെ കണ്ടാലും അറിയാൻ പറ്റും. അതായത് വരുന്ന റേസിനെല്ലാം ഒരു പർട്ടിക്കുലർ പോയിന്റിലേക്ക്, ഈ ഒരു പോയിന്റിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റും. ഈ റേസ് ഇങ്ങനെ വരുന്നു, അത് നേരെ ഈ ഒരു പോയിന്റിലേക്കായിരിക്കും വന്ന് കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. സോ അങ്ങനെ ഉപയോഗിക്കുന്നുണ്ട്. ഓക്കെ, ഇനി നമുക്ക് കോൺവെക്സ് മിറർ നോക്കാം. സോ കോൺവെക്സ് മിറർ എന്ന് പറഞ്ഞാൽ അതിൻ്റെ യൂസസ്, അത് പൊതുവേ യൂസ് ചെയ്തേക്കുന്നത് നമ്മുടെ വണ്ടികളുടെയൊക്കെ റിയർ വ്യൂ മിറേഴ്സ് ഉണ്ടല്ലോ, അതിലാണ് ഈ ഒരു കോൺവെക്സ് മിറർ യൂസ് ചെയ്തത്. കാരണം കോൺവെക്സ് മിറർ എന്ന് പറഞ്ഞാൽ ഒരു ഇറക്റ്റ് ഡിമെൻഷഡ് ആയിട്ടുള്ള ഒബ്ജക്റ്റ് തരും. അതേപോലെ തന്നെ അവർക്കൊരു വൈഡർ ആയിട്ടുള്ള ഒരു ഫീൽഡ് ഓഫ് വ്യൂ ഉണ്ട്. അതായത് അത്യാവശ്യം വൈഡായിട്ട് തന്നെ നമുക്ക് സാധനങ്ങൾ കാണാനും പറ്റും. അതേപോലെ തന്നെ അതിൽ ഫോം ചെയ്യുന്ന ഇമേജസ് ഉണ്ടല്ലോ, അതായത് അവർ വരുന്നേക്കാളും കുറച്ചും കൂടി ക്ലോസർ ആയിട്ടായിരിക്കും നമുക്ക് ആ ഒരു ഇമേജ് കാണാൻ പറ്റുന്നത്. സോ അതിൽ ചിലപ്പോൾ ആ ഒരു കോൺവെക്സ് മിററിൻ്റെ അടിയിലൊക്കെ എഴുതിയൊക്കെ കാണാൻ പറ്റും. അതായത് ഒബ്ജക്ട്സ് ഇൻ ദ മിറർ ആർ ക്ലോസർ ദാൻ ദ അപ്പിയർ എന്നൊക്കെ. അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു കോൺവെക്സ് മിററിനെ ഇത് യൂസ് ചെയ്തേക്കുന്നത്. അതേപോലെ തന്നെ ദേ ഹാവ് എ വൈഡർ ഫീൽഡ് ഓഫ് വ്യൂ, അതുകൊണ്ടാണ് ഈ ഒരു കോൺവെക്സ് മിററിനെ യൂസ് ചെയ്തേക്കുന്നത്. ഓക്കെ, ഇനി നമുക്ക് നെക്സ്റ്റ് നോക്കാനുള്ള കാർട്ടീഷ്യൻ സൈൻ കൺവെൻഷനാണ് ഫോർ സ്ഫെറിക്കൽ മിറർ. എന്ന് പറഞ്ഞാൽ നല്ല ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സാധനമാണ്. കാരണം ഈ ഒരു കാർട്ടീഷ്യൻ സൈൻ കൺവെൻഷൻ വെച്ച് എന്താ പറയുക, നമുക്കൊരു മിറർ ഫോർമുല എന്ന് പറയുന്ന സാധനമുണ്ട്. സോ ആ മിറർ ഫോർമുല യൂസ് ചെയ്ത് നമുക്ക് ഈ എഫിൻ്റെ ഫോക്കൽ ലെങ്ത് എങ്ങനെയാണ്, ഇമേജ് ഡിസ്റ്റൻസ്, അതിൻ്റെ ഒബ്ജക്റ്റ് ഡിസ്റ്റൻസ്, ഇതെല്ലാം കാണാൻ പറ്റും. പക്ഷേ കാണണമെങ്കിൽ ഈ ഒരു സൈൻ കൺവെൻഷൻ, അതായത് നമ്മളൊരു മിററിൻ്റെയോ ലെൻസിൻ്റെയോ ഫ്രണ്ടിൽ ഒബ്ജക്റ്റ് വെക്കാൻ നേരം അതിൻ്റെ ഇമേജും ഫോം ചെയ്യുമല്ലോ. സോ ആ ഓരോ പർട്ടിക്കുലർ പോയിൻറ്റ്സിനും അത് വെക്കുന്ന ആ ഒരു രീതിക്കും അതായത് ഒരു പ്രത്യേകതയുണ്ട്, അതായത് സൈൻ കൺവെൻഷൻ. സോ നമ്മൾ പ്ലസും മൈനസും ആ ഒരു ഇതുണ്ട്, അത് നമ്മൾ നല്ല രീതിക്ക് യൂസ് ചെയ്തെങ്കിൽ മാത്രമേ ആ ഒരു ഫോർമുലയിൽ ഇടാൻ നേരം കറക്റ്റായിട്ട് നമുക്ക് വാല്യൂസ് കിട്ടുള്ളൂ. അതേപോലെ തന്നെ ആ ഒരു സൈൻ വെച്ചുകൊണ്ട് തന്നെ നമുക്ക് ആ ഒരു ഇമേജിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്തൊക്കെയാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അത് വിർച്വലാണോ ഇറക്റ്റാണോ എങ്ങനെയാണെന്നെല്ലാം ഈ ഒരു സൈൻ കൺവെൻഷൻ വെച്ച് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. സോ അതുകൊണ്ട് തന്നെ ഈ ഒരു സൈൻ കൺവെൻഷൻ ഇമ്പോർട്ടൻ്റ് ആണ്. സോ അങ്ങനെ അതിന് ഒരു 6 പോയിൻറ്റ്സ് ഉണ്ട്. സോ നമുക്ക് ഫസ്റ്റ് പോയിൻ്റ് എന്താണെന്ന് നോക്കാം. സോ ഫസ്റ്റ് പോയിൻ്റ് എന്ന് വെച്ചാൽ the object is always placed on the left of the mirror and light from the object falls from the left to the right. സോ ഫസ്റ്റത്തെ പോയിൻ്റ് വേറെ ഒന്നുമല്ല, അതായത് നമ്മുടെ ഒബ്ജക്റ്റ് എപ്പോഴും ഇപ്പോൾ ഒരു മിററോ ലെൻസോ എന്ത് കൺസിഡർ ചെയ്താൽ പോലും എപ്പോഴും അതിൻ്റെ ലെഫ്റ്റ് സൈഡിൽ മാത്രമേ നമ്മൾ ഒബ്ജക്റ്റിനെ വെക്കാവൂ. അതായത് ഇവിടെ പറയുന്നുണ്ട്, അതായത് ലൈറ്റ് ഫ്രം ദ ഒബ്ജക്റ്റ് ഫാൾസ് ഫ്രം ലെഫ്റ്റ് ടു ദ റൈറ്റ്, അതായത് ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലേക്ക് വേണം അതിൻ്റെ ലൈറ്റ്സ് ഫാൾ ചെയ്യാൻ. സോ അതുകൊണ്ട് തന്നെ സൈൻ കൺവെൻഷൻ പ്രകാരം നമ്മൾ എപ്പോഴും ഒരു ഒബ്ജക്റ്റിനെ ലെഫ്റ്റ് സൈഡ് ഓഫ് ദ മിറർ, ലെഫ്റ്റ് സൈഡിലേ വെക്കാവൂ. അതായത് റിഫ്ലക്റ്റിംഗ് സർഫസ് ഉണ്ടല്ലോ, സോ അതിൻ്റെ ലെഫ്റ്റ് സൈഡിലെ നമുക്ക് ഒരു ഒബ്ജക്റ്റിനെ വെക്കാവൂ. ഈ നെക്സ്റ്റ് പോയിൻ്റ് എന്ന് പറഞ്ഞാൽ ഓൾ ഡിസ്റ്റൻസ് പാരലൽ ടു ദ പ്രിൻസിപ്പൽ ആക്സിസ് ആർ മെഷർ ഫ്രം ദ പോൾ. അതായത് ഈ ഒരു സെൻറ്റർ പോയിൻ്റ് നിങ്ങൾക്കറിയാം, അതിനെയാണ് നമ്മൾ പോൾ എന്ന് പറയുന്നത്. ഓക്കെ, സോ ഇവിടെ പറയുന്ന വേറെ ഒന്നുമല്ല, അതായത് ഈ ഒരു
നമ്മൾ ഈ ഒരു ഒബ്ജക്റ്റ് ഇപ്പോൾ ഈ ഒരു ലെഫ്റ്റിൽ ഈ ഒരു പോയിന്റിലാണ് ഇരിക്കുന്നത്. നമുക്ക് വേണമെങ്കിൽ ഇവിടെ വേറെ ഒരു ഒബ്ജക്റ്റും ചുമ്മാ ഒന്ന് കൺസിഡർ ചെയ്യാം. സോ നമുക്ക് ഈ ഒരു ഒബ്ജക്റ്റിൻ്റെ ഡിസ്റ്റൻസ് മെഷർ ചെയ്യണമെങ്കിൽ നമ്മളെപ്പോഴും പോളിൽ നിന്ന് വേണം സ്റ്റാർട്ട് ചെയ്യണം. അതായത് ഇതിൻ്റെ എപ്പോഴും സ്റ്റാർട്ടിങ് പോയിൻറ്റ് പോളായിരിക്കും. പോളിൽ നിന്ന് വേണം നമുക്ക് ഒരു ഡിസ്റ്റൻസ് മെഷർ ചെയ്യണമെങ്കിൽ സ്റ്റാർട്ട് ചെയ്യേണ്ടത്. അപ്പോൾ ഇവിടെ ഒരു 10 സെൻറ്റിമീറ്റർ ആണെങ്കിൽ അതിനർത്ഥം അതായത് പോളിൽ നിന്ന് നമ്മൾ സ്റ്റാർട്ട് ചെയ്തു. പോൾ 0, 1, 2, 3 അങ്ങനെ നേരെ നമ്മൾ ഈ ഒരു പോയിന്റിലെത്തി. സോ 10 സെൻറ്റിമീറ്റർ. ഇനി എൻ്റെ റൈറ്റ് സൈഡിൽ ഒരു ഇപ്പോൾ ഇമേജ് ഫോം ചെയ്തെന്ന് വിചാരിച്ചു. അങ്ങനെയാണെങ്കിൽ കാൽക്കുലേറ്റ് ചെയ്യണമെങ്കിൽ പിന്നെയും ആ പോളിൽ നിന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യണം ടുവേർഡ്സ് റൈറ്റ്. സോ ഇത് 0, 1, 2 അങ്ങനെ അപ് ടു ഏത് വാല്യൂ ആണോ അവിടം വരെ. സോ നമ്മൾ പോളായിരിക്കണം എല്ലാത്തിൻ്റെ സെൻറ്റർ പോയിൻറ്റ് മെഷർമെൻറ്റ് ചെയ്യണമെങ്കിൽ. സോ ഇനി അടുത്ത പോയിൻ്റ് എന്ന് വെച്ചാൽ ഓൾ ഡിസ്റ്റൻസ് മെഷർ ടു ദ റൈറ്റ് ഓഫ് ദ പോൾ ആർ ടേക്കൺ ആസ് പോസിറ്റീവ്. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. ഇനിയുള്ള 4 ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. സോ അതിൽ പറഞ്ഞേക്കുന്നത് എന്താണെന്ന് വെച്ചാൽ റൈറ്റ് സൈഡിലോട്ടുള്ള ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ എപ്പോഴും എന്താണ് പോസിറ്റീവ് വാല്യൂ ആയിരിക്കും. അതിപ്പോൾ എനിക്ക് റൈറ്റ് സൈഡിലൊരു ഇപ്പോൾ ഒരു ഇമേജ് ഫോം ചെയ്തെന്ന് വിചാരിച്ചു. എനിക്കൊരു 10 സെൻറ്റിമീറ്റർ മാറിയാണ് ഇമേജ് ഫോം ചെയ്തത്. അതും റൈറ്റ് സൈഡിലാണെങ്കിൽ അത് പോസിറ്റീവ് ആയിരിക്കും. ഇനി അതേപോലെ തന്നെ ഞാൻ എന്താ പറയുക ആ ഒരു മിറർ ഫോർമുലയുടെ കാര്യം പറഞ്ഞല്ലോ, അതിൽ നമ്മൾ പ്രോപ്പറായിട്ട് സൈൻ കൺവെൻഷൻ ഇട്ട് എനിക്കൊരു അതായത് ഇമേജ് ഡിസ്റ്റൻസ് കിട്ടി. അതൊരു +15 ആണെന്ന് വിചാരിച്ചു. സോ അതിനർത്ഥം എന്താണ്, എനിക്ക് കിട്ടിയ ഇമേജ് എന്ന് പറയുന്നത് റൈറ്റ് സൈഡാണ്. കാരണം അത് പോസിറ്റീവ് വാല്യൂ ആണ്. സോ റൈറ്റ് സൈഡിലോട്ടുള്ള ഡിസ്റ്റൻസ് എല്ലാം എപ്പോഴും പോസിറ്റീവ് ആയിരിക്കും. അതാണ് ആ പോയിൻറ്റ്. ഇനി അടുത്ത പോയിൻ്റ് എന്താണ്, അതായത് ഓൾ ഡിസ്റ്റൻസ് മെഷർ ടു ദ ലെഫ്റ്റ് ഓഫ് ദ പോൾ ആർ ടേക്കൺ ആസ് നെഗറ്റീവ്. അതായത് പോളിൻ്റെ ലെഫ്റ്റ് സൈഡിലുള്ളതെല്ലാം നെഗറ്റീവ് ആണെന്നാണ് ഈ പോയിൻ്റ് പറയുന്നത്. കണ്ടോ? സോ ഞാനിപ്പോൾ ഒരു ഒബ്ജക്റ്റിനെ ഈ ഒരു ഡിസ്റ്റൻസിൽ വെച്ചു. സോ ഇപ്പോൾ ഞാൻ ഒരു 10 സെൻറ്റിമീറ്റർ മാറ്റിയാണ് വെക്കുന്നതെങ്കിൽ ഞാൻ അതിൻ്റെ ഒബ്ജക്റ്റ് ഡിസ്റ്റൻസ് ഏതാണെന്ന് ചോദിക്കുമ്പോൾ ഞാൻ പറയേണ്ടത് -10 സെൻറ്റിമീറ്റർ എന്നാണ്. സോ അതായത് നമുക്ക് ഒബ്ജക്റ്റിനെ എപ്പോഴും ലെഫ്റ്റ് സൈഡിലായിരിക്കും വെക്കുന്നത്. സോ ലെഫ്റ്റ് സൈഡിലായതുകൊണ്ട് തന്നെ അതിൻ്റെ വാല്യൂ എപ്പോഴും നെഗറ്റീവ് ആയിരിക്കും. ഓക്കെ, ഇനി അടുത്ത പോയിൻ്റ് എന്ന് പറഞ്ഞാൽ ദ ഹൈറ്റ് മെഷർഡ് അപ്വേർഡ്സ് പെർപെൻഡിക്കുലർ ടു ദ പ്രിൻസിപ്പൽ ആക്സിസ് ഈസ് ടേക്കൺ ആസ് പോസിറ്റീവ്. അതായത് ഒരു ഒബ്ജക്റ്റ് ഉണ്ടെങ്കിൽ അതിൻ്റെ ഹൈറ്റ് സോ അത് അപ്വേർഡ്സ് ആണെങ്കിൽ അത് ഒരു പോസിറ്റീവ് വാല്യൂ ആയിട്ടായിരിക്കും എടുക്കേണ്ടത്. അത് നേരെ നിൽക്കുകയാണെങ്കിൽ അതൊരു പോസിറ്റീവ്. സോ ഇവിടെ ഈ ഒരു ഒബ്ജക്റ്റിനെ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും അത് നേരെയാണ് നിൽക്കുന്നത്. സോ അതങ്ങനെ നേരെ നിൽക്കുന്നതുകൊണ്ട് അതിൻ്റെ വാല്യൂ ഇപ്പോൾ ഒരു ഹൈറ്റ് ഇപ്പോൾ ഒരു 4 സെൻറ്റിമീറ്റർ എന്ന് വിചാരിച്ചു. സോ അത് +4 സെൻറ്റിമീറ്റർ ആണ്. ഇനി അടുത്തത് ദ ഹൈറ്റ് മെഷർ ഡൗൺവേർഡ്സ് പെർപെൻഡിക്കുലർ ടു ദ പ്രിൻസിപ്പൽ ആക്സിസ് ടേക്കൺ ആസ് നെഗറ്റീവ്. സോ ഇവിടെ ഒരു ഇമേജിനെ കണ്ടോ, ആ ഒരു ഇമേജ് എന്ന് പറഞ്ഞാൽ ഡൗൺവേർഡ്സ് ആണ്. സോ ഡൗൺവേർഡ്സ് ആയതുകൊണ്ട് ഇപ്പോൾ അതൊരു 2 സെൻറ്റിമീറ്റർ ആണെന്ന് വിചാരിച്ചു. സോ ഇത് 2 സെൻറ്റിമീറ്റർ ആയതുകൊണ്ട് അതിൻ്റെ വാല്യൂവിനെ ഹൈറ്റിനെ നമ്മൾ -2 സെൻറ്റിമീറ്റർ എന്ന് എടുക്കുള്ളൂ. ഓക്കെ, ഇതാണ് കാർട്ടീഷ്യൻ സൈൻ കൺവെൻഷൻ. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. ഈ 6 പോയിൻറ്റും ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ ഒരു മിറർ ഫോർമുലയൊക്കെ ഉണ്ട്. സോ ആ മിറർ ഫോർമുലയെ വെച്ച് നമുക്ക് ഈ ഒരു വാല്യൂസ് അതിൻ്റെ ഒരു കാൽക്കുലേഷൻ ചെയ്യണമെങ്കിൽ ഈ ഒരു സൈൻ കൺവെൻഷൻ വേണം. അതില്ലാണ്ട് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ഓക്കെ, സോ ഇതാണ് ആ ഒരു മിറർ ഫോർമുല. സോ മിറർ ഫോർമുല എന്താണ്? The mirror formula for spherical mirror is a relationship between object distance, image distance and focal length. അതായത് ഫോക്കൽ ലെങ്ത്, ഇമേജ് ഡിസ്റ്റൻസ്, ഒബ്ജക്റ്റ് ഡിസ്റ്റൻസ് ഇവ മൂന്നും തരുന്ന ഒരു റിലേഷൻഷിപ്പാണ് എന്താണ് ഈ ഒരു മിറർ ഫോർമുല. സോ അതിൽ V എന്ന് പറഞ്ഞാൽ എന്താണ്? V is the image distance, U ഒബ്ജക്റ്റ് ഡിസ്റ്റൻസ്, F എന്ന് പറഞ്ഞാൽ ഫോക്കൽ ലെങ്ത്തും. സോ നമുക്കിപ്പോൾ ഒരു ഫോക്കൽ ലെങ്ത് കാണണം, അതായത് വിയും യുവും തന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു ഫോർമുല വെച്ച് കാണാം. പക്ഷേ അപ്പോഴും ഒരു കാര്യം ഓർത്തിരിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ സൈൻ കൺവെൻഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സോ നമുക്ക് ഒരു വാല്യൂ കിട്ടണമെങ്കിൽ ആ ഒരു പ്രോപ്പറായിട്ടുള്ള സൈൻ ഇട്ടെങ്കിൽ മാത്രമേ പ്രോപ്പറായിട്ടുള്ള ഒരു വാല്യൂ കിട്ടുള്ളൂ. ഇപ്പം നിങ്ങൾക്ക് ചിലപ്പോൾ ക്വസ്റ്റ്യൻസിൽ ചോദിക്കാം, അതായത് ഒരു ഒബ്ജക്റ്റ് 10 സെൻറ്റിമീറ്റർ മാറി ഒരു കോൺകേവ് മിററിൻ്റെ ഫ്രണ്ടിലിരിക്കുന്നു. സോ അങ്ങനെ പറയാൻ നേരം നമുക്ക് അപ്പോഴേ മനസ്സിലാവണം, അതായത് ഒരു കോൺകേവ് മിററിൻ്റെ അതായത് ലെഫ്റ്റ് സൈഡിലാണ് എപ്പോഴും ഒരു ഒബ്ജക്റ്റ് വെക്കുന്നത്. സോ ആ ഒരു കേസിൽ ആ ഒരു യു എന്ന് പറയുന്നത് നമ്മളെപ്പോഴും -10 ആയിട്ട് എടുക്കാവൂ. ഓക്കെ, സോ അങ്ങനെയാണ്. പിന്നെ നമ്മൾ ആ ഒരു ഫോർമുലയിലിട്ട് കാൽക്കുലേഷൻ ചെയ്യുമ്പോൾ ഒരു പർട്ടിക്കുലർ വാല്യൂ കിട്ടും. ചിലപ്പോൾ ആ പർട്ടിക്കുലർ വാല്യൂവിന് പ്ലസ്സോ മൈനസോ സൈനുകൾ ഉണ്ടാവും. സോ പ്ലസ് ഉണ്ടെങ്കിൽ ഇപ്പോൾ ഒരു ഇമേജ് ഡിസ്റ്റൻസ് ആണെന്ന് വിചാരിച്ചു, നിങ്ങൾക്ക് ഒരു വാല്യൂ കിട്ടണമെങ്കിൽ അതിനർത്ഥം എന്താ, അത് ഫോം ചെയ്തേക്കുന്നത് റൈറ്റ് സൈഡിലാണ്. സോ അതുകൊണ്ട് തന്നെ ആ ഒരു ഇമേജ് വിർച്വൽ ഇമേജ് ആവാം. ഓക്കെ, അതാണ്. സോ പിന്നെ നമുക്കൊരു വാല്യൂ ഒരു കാൽക്കുലേഷൻ ചെയ്ത് കിട്ടി, അതിനും മൈനസും പോസിറ്റീവും പ്ലസ്സോ മൈനസോ സൈൻ ഉണ്ടെങ്കിൽ ഫർദറായിട്ട് പിന്നെയും നമ്മൾ ആ ഒരു വാല്യൂ വെച്ചൊരു കാൽക്കുലേഷൻ ചെയ്യണമെങ്കിൽ പിന്നെ നിങ്ങൾക്ക് അതിൻ്റെ സൈൻ മാറ്റേണ്ട ആവശ്യമില്ല. അതായത് നിങ്ങൾക്ക് ഏത് സൈനാണാവോ ആൻസറിൽ കിട്ടിയേക്കുന്നത് ആ ഒരു സൈൻ ഇട്ട് തന്നെ എന്താ പറയുക കാൽക്കുലേഷൻ ചെയ്യുക. പിന്നെ സൈൻ കൺവെൻഷൻ എടുക്കണ്ട, അതായത് ആ ഒരു രീതിക്ക് തന്നെ ചെയ്യുക. ഓക്കെ, സോ
ഇനി അടുത്തതാണ് മാഗ്നിഫിക്കേഷൻ ഫോർ സ്ഫെറിക്കൽ മിറർ. സോ മാഗ്നിഫിക്കേഷൻ എന്ന് വെച്ചാൽ റേഷ്യോ ഓഫ് ഹൈറ്റ് ഓഫ് ദി ഇമേജ് ആൻഡ് ഹൈറ്റ് ഓഫ് ദി ഒബ്ജക്റ്റ്. അതായത് ഹൈറ്റ് ഓഫ് ദി ഇമേജും ഹൈറ്റ് ഓഫ് ദി ഒബ്ജക്റ്റും തമ്മിലുള്ള റേഷ്യോ ആണ് മാഗ്നിഫിക്കേഷൻ. ഇതാണ് അതിൻ്റെ ഫോർമുല. ഓക്കെ, പിന്നെ ഈ ഒരു മാഗ്നിഫിക്കേഷന് വേറൊരു റിലേഷനും കൂടിയുണ്ട്. അതായത് -v/u, അതായത് ഇമേജ് ഡിസ്റ്റൻസ് ഇമേജ് ഡിസ്റ്റൻസ് ബൈ ഒബ്ജക്റ്റ് ഡിസ്റ്റൻസ്. ഇതും ഒരു റിലേഷനാണ്. ഓക്കെ, സോ ഈ വീഡിയോയിൽ ഇത്രയൊക്കെയാണുള്ളത്. ഞാൻ ബാക്കി അടുത്ത പാർട്ടി ഡിസ്കസ് ചെയ്യാം.